എൻ്റെ അടുത്ത് സെഷന് വരുന്ന ചില സ്ത്രീകളുടെ പ്രോബ്ലംസ് ഇങ്ങനെയാണ്. ഹസ്ബൻഡ് ആദ്യം കല്യാണം കഴിഞ്ഞിടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം വർഷങ്ങൾ കഴിയും തോറും ആകെ പ്രശ്നങ്ങളാണ്. എപ്പോഴും അടിയും വഴക്കും, അങ്ങനെ ഒരു വല്ലപ്പോഴുമാണ് സംസാരം തന്നെ, മിണ്ടാട്ടം തന്നെ ഇല്ല. അങ്ങനെയാണ് മിക്ക ഒരു വീട്ടിലെയും അന്തരീക്ഷം. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പം ആദ്യത്തെ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓരോന്നും ചോദിച്ച് അറിയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഈ വൈഫ് എപ്പോഴും കംപ്ലൈൻസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറ്റം, എനിക്കിതല്ലായിരുന്നു വേണ്ടിയത്, വേറെ എന്തെങ്കിലും ആയിരിക്കും വേണ്ടിയത്, അങ്ങനെ ആയിരിക്കും പറയും. അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ എന്ത് ചെയ്യുമ്പോഴും റിജക്ഷൻ ആണ് വരിക. ഇത് ഒരാളുടെ ഒരു എക്സാമ്പിൾ അല്ല, ഞാൻ പലരുടെയും എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ എന്തിനും പിന്നെ അതേപോലെ എന്ത് ചെയ്താലും കംപ്ലൈൻസ് ആണ്. അങ്ങനെ പറഞ്ഞ് അവർക്ക് എന്ത് പറഞ്ഞാലും, ഹസ്ബൻഡ് എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ തമ്മിൽ അടിയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഹസ്ബൻഡും പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു സംസാരം വളരെ കുറയും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. അപ്പം ഞാനിത് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും അല്ല, ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ചില ഭാര്യമാർ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഹസ്ബൻഡ് എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഈ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പം പിന്നെ ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ ഭേദം. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ ഹസ്ബൻഡ് ഈ ചെയ്യുന്നതൊക്കെ അങ്ങ് നിർത്തും. പിന്നെ എന്താ കാര്യം? അപ്പം ഈ ഭാര്യമാർ ചെയ്യേണ്ടത് എന്താണ്? കുറേയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് താങ്ക് യു, നമ്മൾ ചില കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് അടുത്ത് വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3-4 ഓപ്ഷൻസ് കൊടുക്കുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അല്ലാതെ നമ്മൾ എടുത്ത വഴി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഇതല്ല അതല്ല അങ്ങനെ പൊട്ടിത്തെറിക്കുകയല്ല. നമ്മൾ അവരെ കുറെ കൂടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കെല്ലാം ഊഹിച്ചറിയാനുള്ള കഴിവൊന്നും ഭർത്താക്കന്മാർക്കില്ല. അവർ ഒരേ ഒരു മെക്കാനിക്കൽ രീതിയിലായിരിക്കും പോകുന്നത്. നമ്മുടെ വിചാരം ഭർത്താക്കന്മാരെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഊഹിച്ച് തിരിച്ചറിയണം, അങ്ങനൊന്നും ഒരു ഭർത്താക്കന്മാർക്കും ഒരു സ്പെഷ്യൽ കഴിവൊന്നുമില്ല നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ. അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം അതനുസരിച്ച് അവർക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ തരാൻ പറ്റും. അല്ല എല്ലാവരും ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്ന പോലെ പെട്ടെന്നൊരു പൊടുന്നനെ സർപ്രൈസ് ഒന്നുമായിട്ട് ആരും വരുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെപ്പോഴെങ്കിലും ആ ആഗ്രഹങ്ങൾ അനുസരിച്ച് കുറച്ച് സർപ്രൈസുകൾ തരും. അങ്ങനെയൊക്കെ ചെയ്താൽ ദാമ്പത്യ ജീവിതം കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്രിസിയേഷൻ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ? അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, വൈഫാണെങ്കിലും ഹസ്ബൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.